ജന്മം തന്ന അമ്മ ഏതു പ്രായത്തിൽ വിട പറഞ്ഞാലും ഒരു മകനോ മകൾക്കോ അത് സഹിക്കാനാകില്ല. കാരണം അമ്മ എന്ന് പറയുന്നത് അത്രത്തോളം ഒരുവന്റെ അല്ലെങ്കിൽ ഒരുവളുടെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. കഴിഞ്ഞ ദിവസം എക്സ് മുസ്ലിമായ ആരിഫ് ഹുസൈൻ തെരുവത്തിന്റെ അമ്മ മരിച്ചു. അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ എഴുതി. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു വിട പറയൽ കുറിപ്പ് തന്നെയായിരുന്നു. പക്ഷെ മതത്തിന്റെ പേരിൽ സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ അമ്മയോടുള്ള ദേഷ്യമാണ് എന്ന് ഞാൻ പറയുന്നില്ല. അമ്മയോടുള്ള ഒരു മാനസികമായും അദ്ദേഹത്തിനുണ്ടായ ഒരു വിരോധമോ അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയോ ഒക്കെ പ്രകടിപ്പിക്കുന്നതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ അദ്ദേഹം ഒരു വാചകം എഴുതിയിട്ടുണ്ട്: ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എന്റെ ജിഹാദി ഉമ്മ ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് പോയി. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോസ്റ്റ്. ഇസ്ലാം മതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ ഉമ്മ തന്നെ തള്ളിപ്പറഞ്ഞതിലുള്ള വേദന, അമർഷം ഒക്കെയാണ് ഈ വാക്കുകളിൽ പ്രതിഫലിച്ചത്. എങ്കിലും മരണസമയത്ത് ഇത്തരം പരാമർശങ്ങൾ പാടില്ല. അത് ജന്മം തന്ന അമ്മയെ ഓർത്തിട്ടാണെങ്കിൽ ആ അമ്മയ്ക്കുള്ളൊരു വില ഉള്ളിലുള്ള ഒരു മകനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പാടില്ല എന്നൊക്കെ വിമർശനങ്ങളും പരാമർശങ്ങളും ഈ പോസ്റ്റിനെതിരെ ഉണ്ടായി. പക്ഷേ അദ്ദേഹത്തിന്റെ ആ പോസ്റ്റിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ആ ഒരു മനോവികാരം മനസ്സിലാക്കുന്നതായിരിക്കും ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ അത് മനസ്സിലാക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഒരു പരിധിവരെ നമുക്ക് കുറ്റപ്പെടുത്താനാകില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. മക്കളെ സംരക്ഷിക്കുന്നതിനേക്കാൾ പ്രധാനം ഇസ്ലാം എന്ന മതത്തെ സംരക്ഷിക്കുന്നതാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ലോകത്തിന്റെ ഇര, അതാണ് തന്റെ അമ്മ എന്നാണ് ആരിഫ് ഹുസൈൻ തെരുവത്ത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്ന ഒരു വരി. തന്റെ മാതാവിന്റെ മരണം പോലും തനിക്കെതിരെയുള്ള ആയുധമാക്കി മാറ്റുകയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളെന്നും അദ്ദേഹം കുറിച്ചു. സ്വന്തം മകനേക്കാൾ തന്റെ ഉമ്മ മുറുകെ പിടിച്ചത് ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളായിരുന്നു. ചിന്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും മകനെ ശിക്ഷിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു ഇസ്ലാമിക ക്രമത്തെയാണ് ഉമ്മ തിരഞ്ഞെടുത്തത് എന്നും ആരിഫ് വേദനയോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഉമ്മയും ഭയത്തിന്റെ ഇരയായിരുന്നു എന്നെനിക്കറിയാം. മക്കളെ സംരക്ഷിക്കുന്നതിനേക്കാൾ പ്രധാനം ഇസ്ലാം എന്ന മതത്തെ സംരക്ഷിക്കുന്നതാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ലോകത്തിന്റെ ഇര. ആരെങ്കിലും കുറ്റപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ സ്വന്തം കുട്ടിയുടെ ബുദ്ധിയോർത്ത് ലജ്ജിക്കാൻ ഒരമ്മയെ പഠിപ്പിച്ച ഈ ഇസ്ലാമിക സംസ്കാരത്തെ കുറ്റപ്പെടുത്തുക, സ്നേഹം ഉപാധികളോടെ മാത്രം നൽകുന്ന ഈ ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രത്തെ കുറ്റപ്പെടുത്തുക, മക്കളെ പുറത്താക്കുന്നത് അഭിമാനമായി കാണുന്ന ഇസ്ലാമിക സാമൂഹിക വ്യവസ്ഥിതിയെ പഴിക്കുക എന്നും ആരിഫ് പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം. ഉമ്മ അറിയാൻ ഏതാൾക്കൂട്ടത്തിലും എന്നെ കാണുന്ന നേരം ആഹാ നീ വന്നോ എന്ന് ചോദിച്ച് എന്നെ നോക്കി ചിരിച്ചിരുന്ന ആ ചിരി, അതൊന്ന് കാണാൻ വേണ്ടി പലതവണ ഞാൻ ഉമ്മയ്ക്ക് മുന്നിൽ എത്തിയിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലമായി എനിക്കത് കാണാൻ സാധിച്ചില്ല. എന്റെ ബോധ്യങ്ങൾക്കനുസരിച്ച് ഞാൻ ചിലത് തിരുത്തി. അത് ഉമ്മയോടും ലോകത്തോടും തുറന്നു പറഞ്ഞു എന്നത് മാത്രമായിരുന്നു അതിന് കാരണം. എങ്കിലും അടുത്ത തവണ വരുമ്പോൾ ആ ചിരി കാണാമെന്നൊരു പ്രതീക്ഷ എന്നും ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷയും ഇനി അസ്ഥാനത്താണ്. ഉമ്മ എന്നെ വിട്ടുപോയല്ലോ. ഉമ്മയുടെ ആ ധൈര്യവും ശബ്ദവും മുഖസാദൃശ്യവും തന്റെ ഇടവും ബുദ്ധിയും എല്ലാം എന്നിൽ ബാക്കിയാക്കിയിട്ട് ഉമ്മ പോയി. പക്ഷെ ഉമ്മ വീടിപ്പോൾ നിശബ്ദമല്ല. ഒരിക്കൽ പോലും മിണ്ടാതിരുന്നവർ ഇപ്പോൾ വലിയ ഒച്ചപ്പാടിലാണ്. ഉമ്മയുടെ മയ്യത്ത് വെച്ചുള്ള ലേലം വിളി പോലെയാണ് എനിക്കത് അനുഭവപ്പെടുന്നത്. മരണവാർത്ത വിളിച്ചറിയിക്കാൻ മത്സരിക്കുകയാണവർ. ഇത്ര നാളെ ഇവരൊക്കെ എവിടെയായിരുന്നു? ഉമ്മയുടെ തീരുമാനങ്ങളെ മൗനം കൊണ്ടെങ്കിലും പിന്തുണച്ച് അവർ എന്തിനാണ് എന്നെ ഇപ്പോൾ വിളിച്ച് കഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മരിക്കുന്നതിന് മുന്നേ ഈ വിളിച്ചു കൂവുന്നവരിൽ ഏതെങ്കിലും ഒരുവൻ ദാ നിന്നെ ഉമ്മ കാണണമെന്ന് പറഞ്ഞു ഒന്ന് അവിടെ വരെ ചെല്ലു, എന്തൊക്കെ ആയാലും മകനല്ലേ നീ ഒന്ന് അങ്ങോട്ട് ചെല്ല എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് വിളിച്ചിരുന്നു എങ്കിൽ എന്ന് ഞാൻ എത്ര ആശിച്ചിരുന്നു എന്ന് ഉമ്മക്കറിയാമോ? ഇല്ല, ഉമ്മ അറിയാൻ വഴിയില്ല. അവരാരും തന്നെ വർഷങ്ങളോളം എന്നെ വിളിച്ചില്ല ഒരിക്കൽ പോലും. എന്നിട്ടും പലതവണ ഞാൻ അവിടെ വന്നു. മുഖത്ത് നോക്കി ഉമ്മ എന്ന് ഞാൻ വിളിച്ചപ്പോൾ ഉമ്മ ആ വിളി കേട്ടതായി പോലും ഭാവിച്ചില്ല. ഒടുവിൽ ഞാൻ കേട്ടത് അവനെ ആരെങ്കിലും ഒന്ന് കൊന്നു തന്നിരുന്നെങ്കിൽ എന്നുമ്മ പറയുന്നതാണ്. അവനെ പ്രസവിച്ച ഗർഭപാത്രം മുറിച്ചു കളയാൻ തോന്നി എന്നൊക്കെ ശപിക്കുന്നതാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് വലിയ വിഷമമൊന്നും ഇപ്പോൾ തോന്നാത്തത്. ആളുകൾ ആശ്വസിപ്പിക്കാൻ വിളിക്കുന്നുണ്ട്, ഞാൻ ഓക്കെ ആണോ എന്നും ചോദിക്കുന്നുണ്ട്. ഞാൻ വലിയ മറുപടി ഒന്നും പറയുന്നില്ല. ഓക്കെ ആണ് എന്ന് ഞാൻ പറയാതെ തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് തോന്നുന്നു. സത്യത്തിൽ ഉമ്മ, എന്റെ മനസ്സിലുള്ള ഉമ്മ ഇഞ്ചിഞ്ചായി മരിച്ചിട്ട് വർഷങ്ങളായി. അതായിരിക്കും ഇങ്ങനെയൊക്കെ അല്ലെ. എന്തായാലും ഉമ്മയുടെ ഉമ്മ ഉണ്ടല്ലോ, എന്റെ ആ സ്വന്തം പെറ്റുമ്മ. അവർ മരിച്ചപ്പോ ഞാൻ ഇതിലും കൂടുതൽ വിഷമിച്ചത്, കരഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഞാൻ 7-ോ 8-ലോ എങ്ങാണ്ടാണ് അന്ന് പഠിച്ചിരുന്നത്. പ്രിയപ്പെട്ട ആ പെറ്റുമ്മ
എന്നും ഒരു നൊമ്പരമാണ്. മരണം കൊണ്ട് മാത്രം തകർന്നടിഞ്ഞ ഒരു ബന്ധം പെട്ടെന്ന് വിശുദ്ധമാകില്ലെന്ന് എനിക്കറിയാം. മരണം ചരിത്രത്തെ മായ്ച്ചു കളയുന്നില്ല, ക്രൂരതകളെ സ്നേഹമാക്കി മാറ്റുന്നില്ല. പുറം ലോകത്തെ കാണിക്കാൻ വേണ്ടി മാത്രം കെട്ടിച്ചമയ്ക്കുന്ന കള്ളക്കഥകൾക്ക് ഉമ്മ എന്നെ തള്ളിപ്പറഞ്ഞ സത്യത്തെ ഇല്ലാതാക്കാനാവില്ല. വാതിലുകൾ എന്റെ മുഖത്ത് കൊട്ടി അടയ്ക്കപ്പെട്ടപ്പോഴും ഒരു മകനായി തന്നെ ഞാൻ പലവട്ടം ഉമ്മയുടെ അടുത്തേക്ക് വന്നിരുന്നു. പേടിയേക്കാൾ വലുത് സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ പേരിൽ എന്നെ നിങ്ങൾ പടിയടച്ചു പിണ്ടം വെച്ചു. ചിന്തിക്കാൻ തുടങ്ങിയതിന്റെ പേരിൽ എന്നെ ശിക്ഷിച്ചു. ഒരു അപമാനമായി, തെറ്റായി, മായ്ച്ചു കളയേണ്ട ഒന്നായി എന്നെ കണ്ടു. എന്റെ മരണം ആഗ്രഹിച്ച ജിഹാദികൾക്കൊപ്പം ഉമ്മ പരസ്യമായി നിന്ന നിമിഷങ്ങളുണ്ട്. ഇന്നും നീറുന്ന വാക്കുകളുണ്ട്. എന്നെ പ്രസവിച്ചതിന്റെ പേരിൽ സ്വന്തം ഗർഭപാത്രം പോലെ എടുത്തു മാറ്റണമായിരുന്നു എന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. എന്റെ അസ്തിത്വം തന്നെ ഒരു കുറ്റകൃത്യമായിട്ടാണ് ഉമ്മ കണ്ടത്. എന്നിട്ടും ഉമ്മ രോഗബാധിതയായപ്പോൾ ഞാൻ ആഘോഷിച്ചില്ല, പകരം വീട്ടാൻ ശ്രമിച്ചില്ല. ഒരു മകൻ എന്ന നിലയിലും മനുഷ്യൻ എന്ന നിലയിലും ഞാൻ സഹായിക്കാൻ ശ്രമിച്ചു. ഈ മതിൽക്കെട്ടിനിടയിൽ എവിടെയെങ്കിലും കുടുംബത്തിന് കുടുംബമായി പെരുമാറാൻ ഒരു വിടവുണ്ടോ എന്ന് ഞാൻ നോക്കി. പക്ഷേ എനിക്ക് തിരിച്ചു കിട്ടിയത് നിശബ്ദത മാത്രമാണ്. ഉമ്മ ആശുപത്രിയിലാണ് എന്ന വിവരം പോലും വൈകിയാണ് അറിഞ്ഞത്. പിന്നീട് യാദൃശ്ചികമായി പതിവ് പോലെ ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് മരണത്തോട് മല്ലിടുന്ന ഉമ്മയെ ഞാൻ കാണുന്നത്. അവിടെ ഞാൻ ഉമ്മയെ കണ്ടു. എന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു. കാരണം അവിടെ എനിക്ക് സ്വാഗതമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉമ്മ പോയി. മരണവാർത്ത എനിക്കും കിട്ടി. പക്ഷെ ചടങ്ങുകൾക്ക് വേണ്ടി ഞാൻ വരുന്നില്ല എന്നറിയിച്ചു. മറവി ബാധിച്ച ബാപ്പാനെ ഞാൻ സമയമെടുത്ത് ആശ്വസിപ്പിച്ചു കൊള്ളാം. ഉമ്മ ധൈര്യമായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് ഉമ്മയെ സ്നേഹിക്കാത്തത് കൊണ്ടാണെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. അവർക്ക് തെറ്റി. ഉമ്മയുടെ വിയോഗം പോലീസും പട്ടാളവും ഒക്കെയുള്ള ഒരു പൊതു മാമാങ്കമാകാതിരിക്കാനും ഉമ്മയുടെ അവസാന നിമിഷങ്ങൾ ഒരു യുദ്ധക്കളമാകാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ മാറി നിൽക്കുന്നത്. ജിഹാദികൾ മരണവീട് പോലും ദീനിനു വേണ്ടിയുള്ള ബദർക്കളമാക്കുമെന്ന് ഉമ്മാക്ക് അറിയുന്നതല്ലേ. പിന്നെ ഒരു കാരണം കൂടിയുണ്ട്. അത് ഉമ്മാക്ക് വളരെ നന്നായി അറിയുന്ന കാരണമാണ്. ഇസ്ലാമിൽ നിന്നും പുറത്തായ ഉമ്മയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ പന്നിയിറച്ചി തിന്നുന്ന കാഫിറായ നജസായ ഞാൻ ഉമ്മയെ തൊടാൻ പാടില്ല എന്നല്ലേ പണ്ടേ എന്നോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മയെ ഞാൻ ഒന്ന് തൊട്ടിട്ട് വർഷങ്ങളായിരിക്കുന്നു. ഇനിയിപ്പോ നജസായി ഞാൻ എങ്ങാനും ഒരു അന്ത്യചുംബനം നൽകാൻ നോക്കിയാൽ ചിലപ്പോ ഉമ്മാക്ക് അത് ഇഷ്ടപ്പെടില്ല എന്ന പേടി എനിക്കുണ്ട്. അതുകൊണ്ട് മരിച്ചു കിടക്കുന്ന ഉമ്മയെ കാണാൻ എനിക്ക് വയ്യ. അത്രയ്ക്ക് ധൈര്യമൊന്നും ഉമ്മ എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് മാപ്പ് തരണം. പിന്നെ ഉമ്മ ഇത്രയും കാലം എന്നോട് മിണ്ടാതിരുന്നവർ ഇപ്പോൾ ഉമ്മയുടെ ജഡം വെച്ച് എന്റെ ജീവിതത്തെ വിചാരണ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഉമ്മയുടെ മരണം അവർക്കൊരു ആയുധമാണ്. ഉമ്മയെ ഞാൻ കൊന്നു എന്ന് വരുത്തി തീർക്കാനും അവർക്ക് നേരിടാൻ ധൈര്യമില്ലാത്ത സത്യങ്ങളുടെ എല്ലാം പഴി എന്റെ തലയിൽ കെട്ടിവെക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പരസ്യമായി വ്യക്തമായി ഞാൻ അവരോട് ഇങ്ങനെ പറയുന്നു, ഞാനല്ല ഉമ്മയെ കൊന്നത്. രോഗവും സമയവും ഏതൊരു മനുഷ്യ ശരീരത്തിനും സംഭവിക്കുന്ന സ്വാഭാവികവുമായ അന്ത്യമാണ് ഉമ്മയെ കൊണ്ടുപോയത്. പക്ഷെ മാച്ചു കളയാനാവാത്ത ഒരു സത്യം ഇവിടെയുണ്ട്. സ്വന്തം മകനേക്കാൾ വലുത് ഉമ്മാക്ക് ഉമ്മയുടെ ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളായിരുന്നു. ചിന്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും മകനെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഇസ്ലാമിക ക്രമത്തെയാണ് ഉമ്മ തിരഞ്ഞെടുത്തത്. ഒരു അമ്മയുടെ ശബ്ദം എനിക്ക് അഭ്യമാകേണ്ട സമയത്ത് ഉമ്മ നിശബ്ദത തിരഞ്ഞെടുത്തു. ജിഹാദികൾ എന്നെ വേട്ടയാടുന്നത് ഉമ്മ നോക്കി നിന്നു. ചിലപ്പോഴൊക്കെ അതിന്റെ ഭാഗമാവുകയും ചെയ്യുന്നു. വെറുപ്പോടെ അല്ല ഞാനിത് പറയുന്നത്. പക്ഷെ കള്ളം പറയാൻ എനിക്കാവില്ല. ഈ നാടകത്തിൽ പങ്കുചേരാനും ഞാൻ തയ്യാറല്ല. എനിക്ക് വിശ്വാസമില്ലാത്ത ചടങ്ങുകളിൽ ഞാൻ പങ്കെടുക്കില്ല. ആരുടെയും അധികാര പ്രകടനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വിശ്വസിക്കുന്നതായി അഭിനയിക്കാനും എനിക്കാവില്ല. ദുഃഖമെന്നാൽ വിശ്വാസത്തിനുള്ള തെളിവല്ല, അനുശോചനം എന്നാൽ വിധേയത്വമല്ല. ഇതൊന്നും ഉമ്മയെ അപമാനിക്കാൻ എഴുതുന്നതല്ല. ചിലർക്ക് നാണക്കേടായി തോന്നിയാലും സത്യം നിലനിൽക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതാണല്ലോ ബാപ്പ പണ്ടേ നമ്മളെ പഠിപ്പിച്ചിരുന്നത്. ഉമ്മയും ഭയത്തിന്റെ ഇരയായിരുന്നു എന്നെനിക്കറിയാം. മക്കളെ സംരക്ഷിക്കുന്നതിനേക്കാൾ പ്രധാനം ഇസ്ലാം എന്ന മതത്തെ സംരക്ഷിക്കുന്നതാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ലോകത്തിന്റെ ഇര. ആ കുരുക്കിൽ ഉമ്മ പെട്ടുപോയതാണെങ്കിൽ എനിക്കത് മനസ്സിലാകും. പക്ഷെ മനസ്സിലാക്കുക എന്നത് ന്യായീകരിക്കലല്ല. ഒരമ്മയ്ക്കെന്നും തിരഞ്ഞെടുപ്പുകളുണ്ട്. ഒരമ്മയ്ക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു ആൾക്കൂട്ടത്തിന്റെ ആക്രോശത്തേക്കാൾ വലുതാകണമായിരുന്നു ഒരമ്മയുടെ സ്നേഹം. ഇന്ന് ഞാൻ ഉമ്മയെ ഓർത്ത് ദുഃഖിക്കുന്നു. ഒപ്പം നമുക്കൊരിക്കലും ഉണ്ടാകാതെ പോയ ആ ബന്ധത്തെ ഓർത്തു. നമുക്ക് നഷ്ടപ്പെട്ട സാധാരണ ജീവിതത്തെ ഓർത്ത് ഞാൻ വേദനിക്കുന്നു. മരണം പോലും മനസ്സിലാക്കാതെ ആരോപണങ്ങൾ മാത്രം ബാക്കിയാക്കിയ നമ്മുടെ വീടിനെ ഓർത്ത് ഞാൻ വേദനിക്കുന്നു. ഏറ്റവും ഒടുവിൽ നീ എന്റെ മകനാണെന്ന് ഒരിക്കലെങ്കിലും പറയാൻ കഴിയുമായിരുന്നു ഉമ്മയുടെ ആരോപത്തെ ഓർത്ത് ഞാൻ കരയാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഈ സന്ദർഭം മുതലെടുക്കാൻ ശ്രമിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ മനസ്സാക്ഷി വൃത്തിയാക്കാൻ മരിച്ച ഒരു സ്ത്രീയെ ഉപയോഗിക്കരുത്. മതത്തെ ഒരു കോടതിയായി, മരണവീടിനെ ഒരു കൊലക്കളമായി മാറ്റരുത്. ആരെങ്കിലും കുറ്റപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ സ്വന്തം കുട്ടിയുടെ ബുദ്ധിയോർത്ത് ലജ്ജിക്കാൻ ഒരു അമ്മയെ പഠിപ്പിച്ച ഇസ്ലാമിക സംസ്കാരത്തെ കുറ്റപ്പെടുത്തുക. സ്നേഹം ഉപാധികളോടെ മാത്രം നൽകുന്ന ഈ ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രത്തെ കുറ്റപ്പെടുത്തുക. മക്കളെ പുറത്താക്കുന്നത് അഭിമാനമായി കാണുന്ന ഇസ്ലാമിക സാമൂഹിക വ്യവസ്ഥിതിയെ പഴിക്കുക. എന്റെ അനുഭവം ഇനി ആർക്കും ഉണ്ടാകരുത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.